കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. സൂപ്പർ ഇൻട്രോ, സൂപ്പർ. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് നമ്മൾ മറക്കില്ല, ഈ പാട്ട് പാടിപ്പോവും. അത്രയ്ക്ക് നല്ലൊരു പാട്ടാണ് അത്. നിങ്ങളിങ്ങനെ നല്ല രസമായിട്ട് ക്യൂട്ടായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പം എല്ലാം സെറ്റ് അല്ലേ? കോഴിക്കോടത്തെ ആ ഒരു പലഹാരം എന്താണ് നമുക്ക് വേണ്ടി പറയൂ. ഞങ്ങള് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചട്ടിപ്പത്തിരിയാണ്. ചിക്കൻ ചട്ടിപ്പത്തിരി. എനിക്ക് വയ്യ ഈശ്വര. ചട്ടിപ്പത്തിരി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചിക്കൻ അത് ലെയർ ആയിട്ട് വരും. അപ്പൊ അത് പരത്തൊന്നും ചെയ്യുന്നില്ല. എന്താ ദോശ പോലെ ചുട്ടെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ കാര്യമാണ്. എന്നിട്ട് അതിൽ ചിക്കനും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഇടും അല്ലേ? അതെ. നല്ല അറിയോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ? അവളുടെ രംഗപ്രവേശമാണ്. അതായത് അടുക്കളയിൽ കേറിയിട്ടില്ല കുട്ടി എന്നുള്ളത് മനസ്സിലായി. ഇന്നാണ് കുട്ടിയുടെ അരങ്ങേറ്റം അല്ലേ? ഡാൻസ് ഒക്കെ കണ്ടപ്പോ ഞാൻ ചട്ടിപ്പത്തിരി എന്നും ഉണ്ടാക്കുന്ന ആളാണെന്ന്. കത്തിച്ച് നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്. അല്ല, എന്ത് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ പ്രൈസ് മണി പറഞ്ഞു കൊടുത്താലോ? ചിലപ്പോ അതിന്റെ ആവേശം. അത് ശരിയാണ്. അപ്പൊ നമ്മുടെ വിജയിക്ക് ലഭിക്കാൻ പോകുന്നത് പറക്കാട് ജുവലേഴ്സ് നൽകുന്ന 3 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. രണ്ടാം സമ്മാനം 2 ലക്ഷം രൂപ നൽകുന്നത് ICL ഫിൻകോർപ്പ് ആണ്. മൂന്നാം സമ്മാനം കൃഷ്ണ തുളസി കപ്സർവ് നൽകുന്നു 1 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. പിന്നെ ശ്വേതാജിയുടെ പോക്കറ്റ് മണി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ശ്വേതാജിയുടെ സ്നേഹ സമ്മാനവും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആവേശഭരിതമായ മത്സരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങൾ ഇന്ന് മലബാറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അധികം ഇങ്ങനെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത അത്യാവശ്യം ഹെൽത്തിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 മീഡിയം സൈസുള്ള സവോള അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഇത് 400 ഗ്രാം ചിക്കൻ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. വേവിച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇത് കുറച്ച് ടൊമാറ്റോ, നമ്മൾ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് അതേപോലെ തന്നെ ദോശ പരത്തി എടുത്തിട്ടും ചെയ്യാം, പക്ഷെ ഇവിടെ ഞാൻ ചെയ്യുന്നത് ദോശ ചുട്ടെടുക്കുകയാണ്. അതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ നമുക്ക് ഇവിടെ മുളക് പൊടിയുണ്ട്, ചിക്കൻ മസാലയുണ്ട്, പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, പിന്നെ ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മുട്ടയാണ്. മുട്ടയും ചിക്കനും ആണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത്. അപ്പം നമുക്ക് തുടങ്ങാൻ പറ്റില്ല? 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ടേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ അതിനകത്തോട്ടേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ടേക്ക് ഇടാണ്. ഇനി രുദ്ര ഐശ്വര്യമായിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കണ രുദ്ര, കരിയരുത്. അപ്പൊ രുദ്ര ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ടോളൂ. അപ്പൊ വേഗം പാടും. ഇത് വഴറ്റാൻ വേണ്ടി നമ്മൾ ഒരു നുള്ളു ഉപ്പിടാണ്. കുറച്ച് കൂടി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട്. അപ്പൊ രുദ്ര ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ദോശ ചുട്ടെടുക്കുകയാണ്. ദോശ ചുടാനുള്ള ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ, കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 2 കപ്പ് മൈദയിൽ ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് കപ്പാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കപ്പിന്റെ ഏകദേശം അളവിൽ അതേപോലെ തന്നെ ആണ് വെള്ളം എടുക്കേണ്ടത്. പക്ഷെ ഒരു പൊടിക്ക് കുറച്ചെടുക്കണം വെള്ളം. ഇത് മുട്ട പൊട്ടിച്ചൊഴിച്ചതുകൊണ്ട് ഒരു പൊടിക്ക് വെള്ളം കുറച്ചെടുക്കണം. അങ്ങനെയാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഈ പരുവത്തിലാണ് മാവായി വരേണ്ടത്. അപ്പം നമ്മൾ ദോശ ചുട്ടെടുക്കുകയാണ്. തൽക്കാലം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇത്രയും മുരിഞ്ഞാൽ മതി ദോശ? ശരി. എന്തായാലും ഈ ഒരു ഗ്യാപ്പില് ഉള്ളി നന്നായിട്ട് ബ്രൗൺ നിറമാവാനും ദോശ ചേച്ചി ചുട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പില് ഒരു നല്ല പാട്ട്, മീനാക്ഷി വയലിന്റെ ആ സംഗീതം ഇവിടെ ഉണരട്ടെ. റെഡി?